നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ബന്ധങ്ങളാണല്ലോ നമ്മളെ നമ്മളാക്കുന്നത്, നമുക്ക് കരുത്ത് തരുന്നത്. ചിലപ്പോ നമ്മളെ വഴിതെറ്റിക്കുന്നതും ഈ ബന്ധങ്ങൾ തന്നെയാവാം. അപ്പോ ശരിയായ ആളുകളാണോ നമ്മുടെ കൂടെയുള്ളതെന്ന് നമ്മളെങ്ങനെയാ തിരിച്ചറിയാ? വാ, നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് നേരെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു നിമിഷം ഇതിനെപ്പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയത്തും മോശം സമയത്തും, നിങ്ങൾ ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ആരാണ് ഒരു മാറ്റവുമില്ലാതെ കൂടെ നിൽക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യത്തിന്റെ എല്ലാം കാതൽ. ഈ ഒരു വിഷയത്തിൽ നമുക്ക് വഴികാട്ടിയാവുന്ന ഒരു അടിപൊളി ആശയമുണ്ട്. ഇത് പ്രിയങ്ക ചോപ്രയുടെ ഒരു നിരീക്ഷണത്തിൽ നിന്നാണ് വരുന്നത്. കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ചിന്തയാണിത്. എന്താണെന്ന് നോക്കാം. ഇതാണ് ആ ആശയം. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന, നിങ്ങളുടെ കാര്യത്തിൽ അക്കറയുള്ള ആളുകളെ കൂടെ നിർത്തുക. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ അല്ല, മറിച്ച് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്നവരെ. നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ അളക്കാനുള്ളൊരു അടിപൊളി അളവുകോലല്ലേ ഇത്? ഓക്കെ, ഈ ആശയം കൊള്ളാം. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കും? അല്ലേ, നമ്മുടെ കൂടെയുള്ളവരിൽ ആരാണ് ശരിക്കും നമ്മളെ കെയർ ചെയ്യുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയും? അതിനൊരു സിമ്പിൾ വഴിയുണ്ട്, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ. നമുക്കതൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം ഇവിടെയാണ്. ഒരു വശത്ത് യഥാർത്ഥ പിന്തുണ തരുന്നവരുണ്ട്. അവർക്ക് നിങ്ങളോടാണ് സ്നേഹം, നിങ്ങളെന്ന വ്യക്തിയോട്. മറുവശത്തുള്ളത് ഒരുതരം ഇടപാട് ബന്ധമാണ്. അതായത് നിങ്ങൾ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നതിലാണ് അവരുടെ ശ്രദ്ധ. ഈയൊരു വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. അപ്പോ ശരിയായ ആളുകളെ കൂടെ കൂട്ടുന്നതിന്റെ അവസാന ലക്ഷ്യം എന്തായിരിക്കണം? വെറുതെ കുറച്ച് സന്തോഷം കിട്ടുക എന്നതാണോ? അല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ഒന്നാണ് ആ ലക്ഷ്യം. ഒന്നാമത്തെ കാര്യം ഇതാണ്. വളരെ സിമ്പിളായിട്ട് തോന്നാമല്ലേ? പക്ഷെ ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഒരു പുഞ്ചിരി കാണുന്നത് അവർക്കൊരു പ്രത്യേക ഫീല് തരുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമാണ്. ഇനി ആ പുഞ്ചിരിക്കും അപ്പുറത്തേക്കൊരു കാര്യമുണ്ട്. അവർക്ക് നിങ്ങളെ സംതൃപ്തരായി കാണണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരുന്നത് കാണണം, സന്തോഷിക്കുന്നത് കാണണം. എന്താണ് ഈ സംതൃപ്തി എന്ന് പറഞ്ഞാൽ? ഇത് വെറും പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥമുള്ളതായി, കൂടുതൽ റിവാർഡിംഗ് ആയി മാറുന്ന ഒരവസ്ഥയില്ലേ, അതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളെ കെയർ ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വളർച്ചയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരുപാട് സുഹൃത്തുക്കൾ വേണോ, അതോ കുറച്ച് നല്ല സുഹൃത്തുക്കൾ മതിയോ? നിങ്ങളുടെ സൗഹൃദ വലയത്തിന്റെ വലിപ്പത്തിലാണോ കാര്യം? ഈ നമ്പർ കണ്ടോ, 5. ഇതൊരു പ്രതീകം മാത്രമാണ്. നമുക്ക് ചുറ്റും വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് വിരലിലെണ്ണാവുന്ന, എന്നാൽ അത്രയും ആത്മാർത്ഥതയുള്ള കുറച്ചുപേരെയാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും കൂടെ നിൽക്കുമെന്ന് 100% ഉറപ്പുള്ള, നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ ഒരുപക്ഷേ നമ്മുടെ കൈവിരലുകളിൽ എണ്ണാൻ സാധിച്ചേക്കും. ആ ചെറിയൊരു സർക്കിളില്ലേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഓർമ്മിക്കുക. 1. വെറും പരിചയക്കാരെയല്ല, ആത്മാർത്ഥമായ ബന്ധങ്ങളെ തേടുക. 2. വെറും താൽക്കാലിക സന്തോഷത്തിനപ്പുറം ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്നതിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ആ ചെറിയ വിശ്വസ്തരായ കൂട്ടത്തെ ഒരു നിധി പോലെ കാത്തുസൂക്ഷിക്കുക. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാൻ തുടക്കത്തിൽ ചോദിച്ച അതേ ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ആ കൈവിരലുകളിൽ എണ്ണാവുന്ന ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? ആ ആളുകളെ തിരിച്ചറിയുക, അവരെ ചേർത്തു പിടിക്കുക. കാരണം അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.